ഇക്കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ കൊച്ചി POCയിൽ വെച്ച് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ രൂപതകളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 120ഓളം പേര് വന്ന ഒരു നേതൃത്വ ക്യാമ്പ് നടക്കുകയുണ്ടായി. അതിനുശേഷം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയും കൂടുകയുണ്ടായി. ഈ 2 ദിവസത്തെ ക്യാമ്പിൽ വളരെ വിശദമായിട്ട് രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു. സിറോ മലബാർ സഭ ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധ വെല്ലുവിളികളെക്കുറിച്ച് വളരെ കൂലങ്കഷമായി അംഗങ്ങൾ ചർച്ച ചെയ്തു. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് രാഷ്ട്രീയ നിലപാടാണ് എടുക്കേണ്ടതെന്ന് അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ വ്യർത്ഥ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ടു പോകാതെ, ഒരു പാർട്ടിയുടെയും അടിമയായിട്ട് നിൽക്കാതെ, ക്രൈസ്തവ സമുദായത്തിന് ആര് ഗുണം ചെയ്യുന്നു അവരെ സഹായിക്കും എന്നുള്ളൊരു നിലപാടാണ് പൊതുവിൽ അവിടെ ഉരുത്തിരിഞ്ഞു വന്നത്. ആരോടും ക്രൈസ്തവ സമുദായത്തിന് തൊട്ടുകൂടായ്മയില്ല. ക്രൈസ്തവ സമുദായം ആരുടെയും ഫിക്സഡ് ഡിപ്പോസിറ്റുകളുമല്ല. ഈ സമുദായത്തിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഏത് മുന്നണിയാണോ ഏത് പാർട്ടിയാണോ കാര്യമാത്ര പ്രസക്തമായിട്ട് ഇടപെടലുകൾ നടത്തുന്നത്, ഈ സമുദായത്തിൻ്റെ സമുദ്ധാരണത്തിനു വേണ്ടി, അവരുടെ ഉന്നതിക്ക് വേണ്ടി പദ്ധതികൾ വിഭാവനം ചെയ്യുക മാത്രമല്ല അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നത് ആരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയും. നിർണായക വിഷയങ്ങളിൽ ഞങ്ങളുടെ കൂടെ നിന്നതാരാണ്, ഞങ്ങളെ തള്ളിപ്പറഞ്ഞതാരാണ് എന്നൊക്കെ ഇനി മുതൽ വളരെ കൃത്യമായി നിരീക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ ഈ കത്തോലിക്ക കോൺഗ്രസിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രൂപതകളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് അവിടെ പങ്കെടുത്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി മുതൽ ഓരോ രൂപതയിലും ഈ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ ചർച്ചകളും ഈ നേതൃത്വ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുവാനുള്ള പ്രായോഗികമായ വഴികൾ തേടുവാനും തീരുമാനിച്ചിട്ടുണ്ട്. രൂപതകളിലെ രൂപതാ സമിതികളും അതിനുശേഷം രൂപതയുടെ സംവിധാനമായ ഫൊറോന സമിതികൾ അടുത്ത സ്റ്റെപ്പ് കൂടി അവരും ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. പ്രാദേശിക തലത്തിൽ നേതാക്കന്മാരെ വളർത്തിയെടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല. സമുദായത്തോട് കൂറുള്ള നേതാക്കന്മാർ, അവർ സമുദായത്തിന് വേണ്ടി മാത്രമല്ല പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന കഴിവുള്ള നേതാക്കന്മാരെ വളർത്തിയെടുക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തെ ചില പാർട്ടികളൊക്കെ ബോധപൂർവം തഴയുന്നതായിട്ട്, അവഗണിക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണെന്ന് വാതോരാതെ പറയുകയും കാര്യത്തോടെടുക്കുമ്പോൾ വളരെ തന്ത്രപൂർവ്വം കത്തോലിക്കരായ നേതാക്കളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നത് ഇനി മുതൽ അനുവദിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതല്ല. ഞങ്ങൾ കൃത്യമായും ഈ കാര്യങ്ങൾ ഇടപെടും. ഞങ്ങളെ തള്ളിപ്പറയുന്നവരെ ഞങ്ങളും തള്ളിപ്പറയാൻ നിർബന്ധിതരാകുമെന്ന് കൃത്യമായി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ആർക്കും എതിരായിട്ടുള്ളൊരു പ്രഖ്യാപനമല്ല. കത്തോലിക്ക സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഇനിയും ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ ഈ സമുദായത്തിന് തന്നെ അത് ദോഷകരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കത്തോലിക്ക സമുദായത്തിലെ ഓരോ അംഗത്തെയും ചേർത്ത് പിടിച്ച് ആരൊക്കെ എന്തൊക്കെ വിമർശനം ഉന്നയിച്ചാലും ഈ സമുദായ സംഘടനയെ നശിപ്പിക്കാൻ പരിശ്രമിച്ചാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുകയല്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് സമുദായത്തിൻ്റെ വിഷയങ്ങൾ പൊതുസമൂഹത്തിലും സർക്കാരിൻ്റെ മുമ്പിലും ഉണർത്തിക്കും. പല വിഷയങ്ങൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. ഉദാഹരണത്തിന് വനമേഖലയിൽ താമസിക്കുന്ന ഗ്രാമീണ ജനതയ്ക്ക് ദോഷം വരുത്തുന്ന വന നിയമ ഭേദഗതി, അതിനെതിരെ ഞങ്ങൾ വളരെ ശക്തമായി പ്രതികരിച്ചു. സഭാപിതാക്കന്മാരും സമുദായ സംഘടനാ നേതാക്കന്മാരും വിവിധ ഇടങ്ങളിൽ അതിശക്തമായി പ്രതികരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അതിനൊരു കൃത്യമായ തീരുമാനം പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ സ്വാഗതാർഹമാണ്. പൊതുജനങ്ങൾക്ക് ദ്രോഹം വരുത്തി വയ്ക്കുന്ന, ഇവിടുത്തെ സാധാരണ പൗരന് സ്വച്ഛന്തമായ ജീവിതത്തിന് ഭീഷണിയാവുന്ന നിർദ്ദിഷ്ട വന്യജീവി നിയമ ഭേദഗതിയെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടായില്ല. ഈ നാട്ടിൽ ഇപ്പോഴും വന്യജീവിയുടെ ആക്രമണത്തിൻ്റെ ഭീഷണി നിലനിൽക്കുകയാണ്. എത്രയോ ആളുകളുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. സാധാരണ മനുഷ്യരുടെ, പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ പൊലിയുമ്പോൾ ആ സമയത്ത് പ്രഖ്യാപനങ്ങൾ നടത്തി കണ്ണിൽ പൊടിയിടാമെന്ന് ഇനി ആരും കരുതേണ്ടതില്ല.
ഇവിടുത്തെ ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവൻ വിലപ്പെട്ടതാണ്. അവർക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് ശബ്ദമുയർത്തുക തന്നെ ചെയ്യും. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി കത്തോലിക്ക കോൺഗ്രസ് എന്നും ഇവിടെ ഉണ്ടാകും. അതേത് ഗവൺമെൻറ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ ശക്തിയാണെങ്കിലും അവർക്കെതിരെ സാധാരണക്കാർക്ക് വേണ്ടി, കർഷകന് വേണ്ടി, ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി സ്വരമുയർത്തുവാൻ ഞങ്ങളുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മുനമ്പം വിഷയം ആദ്യമേ തന്നെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. 100ഓളം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ശാശ്വതമായ ഒരു നടപടി സ്വീകരിക്കാത്തത്, ഒരു പരിഹാരം കണ്ടെത്താത്തത്? ആരെ പ്രീണിപ്പിക്കുവാനാണ് ഇവരൊക്കെ ഈ തീരുമാനം അമാന്തിക്കുന്നത്, താമസിപ്പിക്കുന്നത്? അതിനൊരു മാറ്റം വരണം. അല്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികൾ കേരള സമൂഹത്തെ മുഴുവൻ കൂട്ടി നിർത്തി ഈ മുനമ്പം നിവാസികൾക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് നടത്തും. കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെയും മറ്റ് സമുദായ അംഗങ്ങളെയും സഹകരിപ്പിച്ച് മുനമ്പം വിഷയത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ ഞങ്ങൾ അതിശക്തമായ സമരപരിപാടികൾ പ്ലാൻ ചെയ്യുകയാണ്. എത്രയും വേഗം അതുകൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കണമെന്നാണ്.